ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നെൽകൃഷിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ ചമ്പക്കുളത്തുള്ള ഒരു മില്ല്, താരപരിവേഷമുള്ള ഒരു മില്ല്, അതുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. പച്ച വിരിച്ച നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മിൽ പലർക്കും ഈ നെൽകൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിവില്ല. ആദ്യമായിട്ട് പാടത്തെ വെള്ളം വറ്റിക്കുകയാണ്. അതിന് മുൻപ് തന്നെ ഓരോ പാടശേഖരത്തിലെയും മുഴുവൻ കർഷകരും ചേർന്ന് ഒരു യോഗം സംഘടിപ്പിക്കുന്നു. ഈ യോഗത്തിൽ ഒന്നാം കൃഷിയാണോ രണ്ടാം കൃഷിയാണോ ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുകയും അതുപോലെ തന്നെ ഏത് നെൽവിത്താണ് പാടത്ത് വിതയ്ക്കേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ തീരുമാനമെടുക്കുന്നു. തുടർന്ന് ജില്ലയിലെ പുഞ്ച സ്പെഷ്യൽ ഓഫീസിൽ അറിയിക്കുന്നു. ഇവിടെ വെച്ച് കർഷകരുടെ സാന്നിധ്യത്തിൽ പാടത്തെ വെള്ളം വറ്റിക്കുന്നതിന് കരാർ ലേലം ചെയ്തു നൽകുന്നു. കരാർ തുകയും വൈദ്യുതി ചെലവും സർക്കാരാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കർഷകനും അവരുടെ പാടത്തേക്ക് ആവശ്യമുള്ള നെൽവിത്തിന് വേണ്ടിയിട്ട് പാടശേഖര സെക്രട്ടറി വഴിയാണ് കൃഷി വകുപ്പിന് അപേക്ഷ നൽകുന്നത്. വെള്ളം വറ്റിച്ചതിന് ശേഷം ഓരോ കർഷകരും അവരവരുടെ നിലം ട്രില്ലറോ ട്രാക്ടറോ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്നു. അതിനുശേഷം അവിടെ വളർന്നു വരുന്ന കളകളും മറ്റുമൊക്കെ നശിപ്പിക്കുന്നതിനായിട്ട് വെള്ളം കയറ്റുകയാണ്. ഈ സമയം ചില കർഷകർ മണ്ണിൻ്റെ pH ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കക്കയോ ഡോളോമേറ്റോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. തുടർന്ന് ഒരുക്കിയിട്ട നിലത്ത് വളർന്നു വരുന്ന പുല്ലും കളയുമൊക്കെ നശിപ്പിക്കുന്നതിനായിട്ട് 15 ദിവസത്തേക്ക് വെള്ളം കയറ്റിയിട്ട് അതെല്ലാം ചീഞ്ഞു പോകാൻ അനുവദിക്കുന്നു. ഇനി വിതയ്ക്കാനുള്ള വിത്ത് ഓരോ പ്രദേശത്തെയും സംഭരണ കേന്ദ്രത്തിലേക്ക് കൃഷിവകുപ്പ് എത്തിച്ചു നൽകുന്നു. പൊതുവിപണിയിൽ കിലോയ്ക്ക് 45 രൂപയോളം വില വരുന്ന നെൽവിത്തിന് കർഷകർ 15 രൂപയിൽ താഴെ മാത്രം നൽകിയാൽ മതി. ബാക്കി തുക സർക്കാരാണ് നൽകുന്നത്. ഓരോ കർഷകനും തങ്ങൾക്ക് കിട്ടിയ വിത്ത് 14 മണിക്കൂർ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുക്കി വെക്കുകയാണ്. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ മുക്കി വെക്കുന്നവരുമുണ്ട്. അതിനുശേഷം വിത്ത് കരയ്ക്ക് കയറ്റി തണലിൽ വയ്ക്കുകയാണ്. ഇത് നെൽവിത്ത് കിളുക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം കിളിർത്ത നെല്ല് പാടത്തേക്ക് വിതയ്ക്കുകയാണ്. അതിനു മുൻപ് തന്നെ പാടത്തെ വെള്ളം വറ്റിച്ചിട്ടുണ്ടാവും. വിതയ്ക്കുന്നതിന് മുൻപ് ചിലർ കണ്ടം തുടങ്ങുന്നിടത്ത് തന്നെ 4 ഓലക്കാലുകൾ ഇതുപോലെ കുത്തി അതിനുള്ളിൽ പ്രാർത്ഥനയോടെ കുറച്ച് വിത്തിട്ട ശേഷമാണ് ബാക്കി വിത ആരംഭിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വിതച്ച പാടവും വിതയ്ക്കാത്ത പാടവും കർഷകർക്കും തൊഴിലാളികൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാ കർഷകരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. പ്രധാനമായും D1 എന്ന ഇനമാണ് ഇപ്പോൾ പാടശേഖരങ്ങളിൽ വിതയ്ക്കുന്നത്. ഓരോ കർഷകന്റെയും നെഞ്ചിടിപ്പ് കൂടുന്ന മാസങ്ങളാണ് ഇനിയുള്ളത്. പാടങ്ങൾക്ക് ചുറ്റുമുള്ള തോടുകളിലെ വെള്ളം ഉയർന്നാണ് നിൽക്കുന്നത്. ശക്തമായ ഒരു മഴ പെയ്താൽ പുറംബണ്ടുകൾ പൊട്ടിയാൽ വെള്ളം പാടത്തേക്ക് ഇരച്ചു കയറും. അതുപോലെ തന്നെ വെള്ളം ഇല്ലാതിരുന്നാലും കൃഷി നശിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, വിതച്ചു കഴിയുമ്പോൾ പാടത്ത് കിളികളുടെയും എലിയുടെയും ഒക്കെ ശല്യം ആരംഭിക്കുകയാണ്. ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് കർഷകർ ഒരു ശരീരവും മനസ്സുമായി പാടശേഖരങ്ങൾക്ക് ചുറ്റും നിലയുറപ്പിക്കുകയാണ്. തങ്ങളുടെ കൃഷി സംരക്ഷിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും പ്ലാസ്റ്റിക് കൂടുകൾ അവിടെ അവിടെയായി ചുറ്റുനാട്ടി നിർത്തിയുമൊക്കെ പക്ഷികളെയും എലികളെയും ഓടിക്കാനുള്ള ഒരു ശ്രമവും നടക്കും. നെൽച്ചെടികൾ കിളിർത്തു വരുമ്പോൾ തന്നെ നിയന്ത്രിത രീതിയിൽ പാടത്തേക്ക് വെള്ളം കയറ്റി നിർത്തുന്നു. 3 ഘട്ടങ്ങളിലായിട്ടാണ് ചെടികൾക്ക് വളം നൽകുന്നത്.
ചെടി വളർന്ന് ആദ്യ 15 ദിവസത്തിന് ശേഷവും 35 മുതൽ 40 ദിവസത്തിനുള്ളിൽ രണ്ടാം വളവും 60 ദിവസം എത്തുന്നതിന് മുൻപ് മൂന്നാം വളവും ചെയ്യുന്നു. ഇതിനായി സർക്കാർ കർഷകർക്ക് വളത്തിന് സബ്സിഡി നൽകുന്നുണ്ട്. വളപ്രയോഗം നടത്തുമ്പോഴൊക്കെയും പാടത്തെ വെള്ളം വറ്റിക്കുകയും 3-4 ദിവസത്തിന് ശേഷം വെള്ളം തിരികെ കയറ്റുകയും ചെയ്യുന്നു. ഇതിൽ ഒന്നാം വളപ്രയോഗത്തെ തുടർന്നാണ് ഞാറ് പറിച്ചു നടുന്നത്. ഞാറ് പറിച്ച് നട്ട് കഴിയുമ്പോൾ 2-3 ദിവസത്തേക്ക് വെള്ളം വറ്റിക്കുന്നു. അത് പറിച്ച് നട്ട നെൽച്ചെടികളുടെ വേര് മണ്ണിൽ ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിലവിൽ തൊഴിലാളികളുടെ കൂലി പുരുഷന്മാർക്ക് 1000 രൂപയും സ്ത്രീ തൊഴിലാളികൾക്ക് 600 രൂപയുമാണ്. ഇത് പൂർണ്ണമായും കർഷകനാണ് നൽകേണ്ടത്. എന്നാൽ വിതയ്ക്കുന്നതും വളമിടുന്നതും മരുന്ന് തളിക്കുന്നതുമെല്ലാം 1 ഏക്കറിന് 1000 രൂപ എന്ന കണക്കിലായിരിക്കും. ചില പാടശേഖരങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം മൂലം പാടശേഖരങ്ങളിൽ തൊഴിലാളികൾ ഇറങ്ങാനായിട്ട് വിസമ്മതിക്കുന്നുണ്ട്. അതായത് മദ്യപാനത്തിന് ശേഷം കുപ്പിയും ചില്ലുമൊക്കെ പാടത്തേക്ക് വലിച്ചെറിയുന്നതും ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പാടത്ത് തള്ളുന്നതുമൊക്കെ തൊഴിലാളികൾ ഇത്തരം പാടത്ത് ഇറങ്ങാനായിട്ട് വിസമ്മതിക്കാറുണ്ട്. ഇത് കർഷകർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇനി 70 ദിവസം മുതൽ നെൽച്ചെടികളിൽ കതിര് പൊട്ടാൻ തുടങ്ങുകയാണ്. ഏതാണ്ട് 80 ദിവസം എത്തുമ്പോൾ തന്നെ എല്ലാ ചെടികളിലും കതിര് വന്നിട്ടുണ്ടാവും. കതിര് വന്നതിന് ശേഷം പിന്നീട് വളപ്രയോഗം നടത്താറില്ല. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന ചൊല്ല് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ്. നെല്ല് വിളയുന്നതുവരെ പാടത്തു നിന്ന് ഇടവിട്ട് വെള്ളം കയറ്റി ഇറക്കുന്നു. ഈ സമയം നെൽച്ചെടികളിൽ ചാഴി, മുഞ്ഞ തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാൻ തുടങ്ങും. ഇതിന് കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം കീടനാശിനി മരുന്നുകൾ കർഷകർ തളിച്ചു കൊടുക്കുന്നു. ഈ സമയങ്ങളിൽ നെല്ല് വിളഞ്ഞു വരുന്ന ഈ കാലയളവിൽ പാടശേഖര സെക്രട്ടറി വഴി ഓരോ കർഷകരും തങ്ങളുടെ പാടത്തെ നെല്ല് സർക്കാരിന് നൽകുന്നതിനുള്ള അനുമതി പത്രവും അപേക്ഷയും നൽകുകയാണ്. 120 ദിവസം എത്തുമ്പോൾ നെല്ല് വിളഞ്ഞ് കൊയ്ത്തിന് പാകമാകുന്നു. ഈ ദിവസങ്ങളിൽ പാടത്തെ വെള്ളം വറ്റിച്ച് മണ്ണ് ഉണങ്ങാൻ അനുവദിക്കുകയാണ്. ഇത് കൊയ്ത്ത് യന്ത്രം ഇറങ്ങുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാനാണ്. ഇനി കൊയ്ത്ത് യന്ത്രങ്ങളുടെ വരവാണ്. കൊയ്ത്ത് യന്ത്രങ്ങൾ നെൽച്ചെടികൾ കൊയ്ത് മെതിച്ച് പതിരും വൈക്കോലും നീക്കി നെല്ല് സംഭരിക്കുന്നു. യന്ത്രത്തിൽ തന്നെയുള്ള ഒരു സംഭരണിയിലാണ് നെല്ല് സംഭരിക്കുന്നത്. ഇത് പിന്നീട് ഓരോ കർഷകരുടെയും കണ്ടത്തിന് സമീപം തയ്യാറാക്കിയിട്ടുള്ള കളങ്ങളിൽ നിക്ഷേപിക്കുന്നു. കൊയ്ത്ത് യന്ത്രങ്ങൾക്ക് 1 മണിക്കൂറിന് 1800 മുതൽ 2200 രൂപയും അതിനു മുകളിലുമൊക്കെ ഈടാക്കുന്നുണ്ട്. കൊയ്ത്ത് യന്ത്രങ്ങൾക്ക് ഏജന്റുമാരാണ് ഇടനിലയായി എത്തുന്നത്. ചില പാടങ്ങളിൽ യന്ത്രം എത്തുമ്പോൾ സംഘടിത സമരങ്ങൾ ഉണ്ടാകാറുണ്ട്. തൊഴിലാളികളെ മുന്നിൽ നിർത്തി തൊഴിൽ നഷ്ടം ആരോപിച്ച് കർഷകനിൽ നിന്ന് പണം വാങ്ങി യന്ത്രമിറങ്ങാൻ സമ്മതിക്കുന്ന ചില പരമ്പരാഗത നേതാക്കന്മാർ ഇത്തരത്തിൽ തങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്ന് കർഷകർ തന്നെ പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. കെട്ടുതാലിയും വീടിൻ്റെ ആധാരവും തിരിച്ചെടുക്കണമെന്ന ആദിയിൽ ഇവർ പലപ്പോഴും ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുവെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. മറ്റൊന്ന്, നെല്ലെടുക്കാൻ സർക്കാരുമായി കരാറുണ്ടാക്കിയ മില്ലുടമകളുടെ ഏജന്റുമാരുടെ ചൂഷണമാണ്. നെല്ലിന് ജലാംശമുണ്ട്, ഈർപ്പ സാന്നിധ്യം വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു ക്വിൻ്റൽ നെല്ലിന് 2 കിലോ മുതൽ 5 കിലോ വരെ അധികം നൽകണമെന്ന് ഇവർ നിർബന്ധിക്കാറുണ്ട്. അതായത് ഓരോ 100 കിലോ നെല്ലിനും 2 കിലോ മുതൽ 5 കിലോ നെല്ല് വരെ അധികം നൽകണമെന്നാണ്. ഇത് പലപ്പോഴും കർഷകരുമായി വാക്കേറ്റത്തിന് കാരണമാകുന്നു. തുടർന്ന് കളങ്ങളിലെ നെല്ല് തൊഴിലാളികൾ ചാക്കിൽ നിറച്ച് അത് തയ്ച്ച് അവയുടെ തൂക്കം രേഖപ്പെടുത്തി വാഹനങ്ങളിൽ എത്തിച്ചു നൽകുകയാണ്. ഇത്തരത്തിൽ 1 ക്വിൻ്റൽ നെല്ല് വാഹനത്തിൽ എത്തിക്കുന്നതിന് 140 രൂപ മുതലാണ് കൂലി. എന്നാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും വള്ളത്തിലൊക്കെയാണ് ലോറിയിലേക്ക് നെല്ല് എത്തിക്കേണ്ടതെങ്കിൽ കൂലി ഇരട്ടിയാകുന്നു. ഇവിടെ നേരത്തെ തന്നെ കർഷകരും തൊഴിലാളികളും ഒരു ധാരണയിലെത്തിയിട്ടുണ്ടാവും. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് കർഷകർ തങ്ങളുടെ നെല്ല് സർക്കാരിന് നൽകുന്നു. ഇതിൻ്റെ പണം സർക്കാർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. 2022 ഒക്ടോബറിൽ ആരംഭിച്ച് 2023 ഏപ്രിൽ വരെയുള്ള നെൽകൃഷിയുടെ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കർഷകർക്ക് സംഭരിച്ച നെല്ലിൻ്റെ പണം കിട്ടാതെ ദിവസങ്ങളോളം തെരുവിൽ പ്രതിഷേധിച്ചതും ഈ 2023 നമ്മൾ കണ്ടു. ചിലർക്ക് പണം കിട്ടിയത് വായ്പയായിട്ടാണ്. ഈ വായ്പയുടെ പലിശയും വായ്പ അടച്ചു തീർക്കുന്നതും സർക്കാരാണ് എന്ന് പറയുമ്പോഴും കർഷകരുടെ മറ്റു പല വായ്പകൾക്കും ഇത് തിരിച്ചടിയായി നിലനിൽക്കുന്നു. അങ്ങനെ ചില കർഷക ആത്മഹത്യകളും നമുക്കിടയിൽ ഉണ്ടാകുന്നു. പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്യാനാവാതെ ഇന്ന് പല കർഷകരും നെൽകൃഷിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇനി നെല്ല് അരിയാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ കൂടി നമുക്ക് കാണാം. കേരളത്തിലെ വിവിധ ജൈവ കർഷകർ തങ്ങളുടെ നെല്ല് അരിയാക്കിയെടുക്കുന്ന ഒരു മില്ലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം കൂലിപ്പുരയ്ക്കൽ റൈസ് മില്ലിൽ. ഇവിടുത്തെ ആദ്യത്തെ പ്രക്രിയ വലിയ പാത്രങ്ങളിൽ നെല്ല് നിറച്ച് നികക്ക വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നു. വൈകുന്നേരങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ പാത്രത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വീണ്ടും തിളപ്പിക്കുന്നു. ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന നെല്ല് നല്ല വെയിലിൽ ഉണക്കിയെടുക്കുന്നു. ഓരോ ഇടവേളകളിലും നെല്ല് ഇതുപോലെ ഇളക്കി കൊടുക്കണം. പുഴുങ്ങാത്ത നെല്ലും അതായത് പച്ച നെല്ലും കുത്തിയെടുക്കുന്നവരുണ്ട്. ഉണങ്ങിയെടുത്ത നെല്ല് ആദ്യം അതിൻ്റെ ഉമി കളഞ്ഞെടുക്കുകയാണ്. ഈ മെഷീനിലൂടെ 2 പ്രാവശ്യം കടത്തി വിടുമ്പോൾ ഉമി മാറിക്കിട്ടും. അരി താഴെയുള്ള പാത്രത്തിലും ഉമി മറുവശത്ത് കാണുന്ന കുഴലിലൂടെ മറ്റൊരു അറയിലേക്കും പോകുന്നു. ഇനി അരിയുടെ തവിട് കളയണമെങ്കിൽ ഇത് അടുത്ത മെഷീനിലേക്ക് ഇടുന്നു. ഇതിൽ ഓരോ പ്രാവശ്യവും കടത്തിവിടുമ്പോൾ അരിയുടെ തവിട് നീങ്ങിക്കിട്ടുന്നു. എന്നാൽ ജൈവകൃഷിയിൽ ഉൽപ്പാദിപ്പിച്ച നെല്ലിന് പലപ്പോഴും തവിട് കളയുവാനായിട്ട് കർഷകർ അനുവദിക്കാറില്ല. തവിടോടുകൂടി തന്നെയാണ് അവർ ആ അരി ഉപയോഗിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ നെല്ല് ഈ മില്ലിലെത്തിച്ച് അരിയാക്കിയതോടുകൂടി, അതായത് മമ്മൂട്ടി ഈ മില്ലിൽ നേരിട്ട് വരാതെ തന്നെ ഇതിന് ഒരു താരപരിവേഷം കിട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി ഈ അരിക്കുള്ളിലെ കല്ലും പൊടിയരിയുമൊക്കെ
വെവ്വേറെ നീക്കിയെടുക്കുന്നതിനായിട്ട് ഈ മിഷനിലിട്ട് തെള്ളിയെടുക്കുന്നു. ഇതിൽ അരിപ്പ പോലെയുള്ള ഈ പ്രതലത്തിലൂടെ അരി ഇളകി വരുമ്പോൾ പൊടിയരി ഇതിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളിലൂടെ താഴത്തെ അരിപ്പയിലേക്ക് വീഴുന്നു. അങ്ങനെ ഈ വാൽവിലൂടെ അരി വീഴുമ്പോൾ പൊടിയരി ഇരുവശത്തുമുള്ള വാൽവിലൂടെ പാത്രങ്ങളിലേക്ക് വീഴുന്നു. അതോടൊപ്പം ഈ മിഷ്യൻ്റെ മറുവശത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തുകൂടിയാണ് കല്ലും മറ്റുമൊക്കെ നീക്കിയെടുക്കുന്നത്. തുടർന്ന് ആവശ്യക്കാർക്ക് അരി പായ്ക്ക് ചെയ്ത് നൽകുന്നു. ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാം കഴിക്കുന്ന ഓരോ പിടി ചോറും. പക്ഷേ നെൽകർഷകർ ഓരോ പ്രാവശ്യവും കടുത്ത അവഗണനയാണ് നേരിടുന്നത്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അടുത്ത വർഷത്തേക്കുള്ള നെൽകൃഷിക്ക് വേണ്ടിയിട്ട് നിലമൊരുക്കി വിതച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നെൽകർഷകർ. അരിവില 100-ലേക്ക് എത്താൻ വലിയ താമസമൊന്നുമില്ല. നമ്മുടെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ നെൽകർഷകർക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകിയില്ലെങ്കിൽ വലിയ ദാരിദ്ര്യവും പട്ടിണിയും വിലക്കയറ്റവുമൊക്കെയാണ് ഭാവിയിൽ കേരളത്തെ കാത്തിരിക്കുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.